എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് റൂൾസ്, 5 റൂൾസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് ഈ റൂൾസ് ക്യാമറയിലാണെങ്കിലും നമ്മുടെ മൊബൈലിലാണെങ്കിലും മൊബൈൽ ക്യാമറയിലാണെങ്കിലും സാധാരണ ക്യാമറയിലാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ റൂളുകളാണ്. മൊബൈലിലാണ് ഫോട്ടോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് ഞാൻ ആദ്യം പറയുന്നത്. അതായത് ഇത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ നല്ല റിസൾട്ട് തരുന്നൊരു കാര്യം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ക്ലോത്ത് ഉപയോഗിച്ച് ആദ്യം തന്നെ ഈ ഫോട്ടോ എടുക്കുന്ന മൊബൈലിലെ ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്യണം. ജസ്റ്റ് ആ ഒരു ലെൻസ് എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് തുടയ്ക്കുക. നമുക്കിത് കർച്ചീഫ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണാടിയൊക്കെ ക്ലീൻ ചെയ്യുന്ന ക്ലോത്ത് കാണും, അത് ഉപയോഗിച്ച് ക്ലിയർ ചെയ്യാം. കാരണം ഈ മൊബൈൽ നമ്മൾ എപ്പോഴും പോക്കറ്റ് ഇടും, കയ്യിൽ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൽ ഒരുപാട് ഫിംഗർ പ്രിൻറ്റ്സ്, ഡസ്റ്റൊക്കെ ഈ ലെൻസിൽ കാണും. അത് നമ്മുടെ ഫോട്ടോയെ നല്ല രീതിയിൽ ബാധിക്കും. ഇങ്ങനെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എപ്പോഴും രണ്ട് കൈകൾ കൊണ്ടും മൊബൈൽ പിടിക്കുക. നമ്മൾ സാധാരണ ക്യാമറയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രിഫറൻസ് ഇതിന് കൊടുത്തുകൊണ്ട് 2 കൈ പിടിച്ച് ഇങ്ങനെ ഏതാണ്ട് ഇങ്ങനെ പിടിച്ച് എടുക്കുക. അതായത് ഷേക്ക് ആവരുത്, നല്ല രീതിയിലുള്ള പിക്ചർ കിട്ടാം. ആ ഒരു രീതിയിൽ എടുക്കുക, ഇങ്ങനെ പിടിച്ച് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഓരോ റൂൾസിലോട്ട് കിടക്കാം. ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയും. ഇത് നമ്മൾ നമ്മുടെ ക്യാമറയിൽ കൂടെ കാണുന്ന വ്യൂവിനെ ഒരു 9 ബോക്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് ലോജിക്കലായിട്ട്, അതായത് 2 വെർട്ടിക്കൽ ലൈനും 2 ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ഈക്വൽ ആയിട്ടുള്ള 9 ബോക്സസ് കിട്ടും. അതുപയോഗിച്ചിട്ടാണ് ഈ റൂൾ ഓഫ് തേർഡ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി ലോജിക്കലായിട്ട് അല്ലെങ്കിൽ നമുക്കല്ലാതെ ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിലൊക്കെ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റ് കൊണ്ടുവരിക. നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന സബ്ജക്റ്റ് എന്താണോ അത് കൊണ്ടുവരിക. അങ്ങനെ എടുക്കുന്നതിനാണ് ഈ റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ എടുത്തിട്ടുള്ള ഇമേജസ് എപ്പോഴും ആൾക്കാർക്ക് കാണാനായിട്ട് ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. നമ്മുടെ കണ്ണുകൾക്കൊരു ഇൻട്രസ്റ്റ് കൊടുക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഫ്രെയിമുകൾ നമ്മുടെ ഇമേജസിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് ഒരു ആർച്ച് അല്ലെങ്കിൽ ഒരു വിൻഡോയുടെ അതിൽ നമ്മുടെ സബ്ജക്റ്റിനെ വെച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസിനെ നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാകും. കാരണം നമ്മുടെ കണ്ണ് അതിലേക്ക് കോൺസെൻട്രേറ്റ് ആവും, അതിലോട്ട് പോവും എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മുടെ സബ്ജക്റ്റ് ഇപ്പോൾ നല്ല ഒരു ബിസി ബാക്ക്ഗ്രൗണ്ട്, അതായത് നമുക്ക് ഫോട്ടോയിൽ കൊണ്ടുവരാൻ ഒരു ഭംഗി ഉണ്ടാവാത്ത ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റുമായിട്ട് ക്ലോസ് ആയിട്ട് നിന്നെടുക്കാം. അതായത് ഫ്രെയിം മുഴുവനായിട്ട് ഫില്ല് ചെയ്തുകൊണ്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സബ്ജക്റ്റിൻ്റെ കൈ അല്ലെങ്കിൽ തലയുടെ ഭാഗം ഒന്നും കട്ടായി പോകാത്ത രീതിയിൽ നമ്മൾ ഫോട്ടോ എടുക്കുക. അതായത് ഈ ഫോട്ടോയുടെ ഫ്രെയിമിൻ്റെ എഡ്ജസ് എല്ലാം നോക്കുക. അതായത് കൈയോ അല്ലെങ്കിൽ തലയുടെ പകുതി ഭാഗമോ അങ്ങനെ ഒന്നും കട്ടായി പോകാത്ത രീതിയിൽ ഉള്ളൊരു ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന ആളുകളിൽ നിന്നൊരു അഴുക്കൊരു ഇംപ്രഷനായിരിക്കും കിട്ടുന്നത്. പിന്നെ അവസാനമായിട്ട് വരുന്ന ഒരു റൂളാണ് റൂൾ ഓഫ് ഓഡ്സ് എന്ന് പറയും. അതായത് നമ്മുടെ കണ്ണുകൾക്ക് എപ്പോഴും ഓഡ് നമ്പർ ഓഫ് ഐറ്റംസ് കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. നമുക്ക് ഈ ഇമേജസ് നോക്കാം. ഇതിൽ ആദ്യത്തെ ഫോട്ടോയിൽ ഞാൻ ഈ ഐറ്റം ഒരു തവണയാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തേൽ 2 എണ്ണവും മൂന്നാമത്തേൽ 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒന്നാമത്തതും മൂന്നാമത്തതുമായിരിക്കും കാണാൻ ഒരു ഭംഗിയുള്ളത്. അപ്പോൾ അത് ഓഡ് നമ്പർ ആയതുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് റൂൾ ഓഫ് തേർഡ്സ് ആയിരുന്നു. അതായത് 9 ബോക്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഇൻ്റർസെക്ഷൻ വരുന്നിടത്ത് നമ്മുടെ സബ്ജക്റ്റിനെ കൊണ്ടുവരിക എന്നുള്ളത്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഫ്രെയിം ഫില്ല് ചെയ്തൊരു ഫോട്ടോ എടുക്കുക, ബാക്ക്ഗ്രൗണ്ട് നല്ല ബിസി ആണെന്നുണ്ടെങ്കിൽ. മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മെയിൻ സബ്ജക്റ്റിൻ്റെ കൈ, തല അങ്ങനെ ഒന്നും കട്ടായി പോവാതെ എടുക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ 4ാമത്തെ റൂൾ എന്ന് പറയുന്നത്, ഒരു ഫ്രെയിമിനുള്ളിൽ മറ്റൊരു ഫ്രെയിം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് മാൻ മെയ്ഡ് ആയിട്ടുള്ളത് അങ്ങനത്തെ ഫ്രെയിമുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. 5ാമത്തേത് റൂൾ ഓഫ് ഓഡ്സ് ആയിരുന്നു. അതായത് ഓഡ് നമ്പർ ഓഫ് ഐറ്റംസ് കാണുന്നതായിരിക്കും കണ്ണിന് കുറച്ചും കൂടെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.